ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബെനിഫിറ്റ്സ് ഓഫ് ഡെയിലി എക്സസൈസ്. നമുക്കറിയാം എക്സസൈസ് ചെയ്യാനുണ്ടാവുന്ന ബെനിഫിറ്റുകൾ. നമ്മൾ പൊതുവെ എല്ലാവരും എക്സസൈസിന്റെ പ്രത്യേകത നാളെ ചെയ്യുക, മരുന്നാ ചെയ്യുക, അങ്ങനെ നീട്ടി കൊണ്ടുപോകാൻ ചെയ്യുകയാണ്. പക്ഷെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് ഡെയിലി എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നോക്കാം, നമുക്ക് ഓരോന്നും കൃത്യമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അതിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഫീൽ മോർ എനർജറ്റിക്. എനർജറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ ഒരു എനർജി ഫീൽ ചെയ്യും. നമുക്ക് നടക്കാനും ഓടാനും ജോലി ചെയ്യാനും ഒരാളോട് നല്ല രീതിയിൽ സംസാരിക്കാനും മാത്രമല്ല നല്ലൊരു ഡ്രസ്സ് എടുത്ത് നല്ലൊരു സഭയിലേക്ക് നടന്നു പോകും ടോട്ടലി ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വർദ്ധിക്കും. ഈ നമ്മളെ ഒരു ഡെയിലി എക്സസൈസ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു ഓപ്പൺ സ്വഭാവം അല്ലെങ്കിൽ എന്താ ഒരു എനർജി ലെവലൊക്കെ ഒന്ന് റെഡി ആയതിനു ശേഷം ടോട്ടലി ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റാണ് റെഡ്യൂസ് ബെല്ലി ഫാറ്റ്. നമുക്കറിയാം ഈ കൊടവയറാണെന്ന് പ്രത്യേകിച്ച് ലോകത്തിലെ ഏറ്റവും വലിയൊരു ശാരീരിക പ്രശ്നം കാണുന്നത്. ഇപ്പൊ ഈ ആളുകൾക്കും ഇഷ്ടമുള്ള ഒരു വേഷം ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ വയ്യ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു കൃത്യമായിട്ട് ഷേപ്പ് കിട്ടാത്തൊരവസ്ഥയാണ്. പക്ഷെ ഒന്നുണ്ട്, നിങ്ങൾ കൃത്യമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വ്യായാമം ചെയ്യുന്നതോടുകൂടി നിങ്ങളെ കൊടവയറ് കുറയുന്നത് കാണാം. പക്ഷെ ഒന്നുണ്ട്, നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കാൻ തയ്യാറാകണം. പല ആളുകൾക്കും റിസൾട്ട് കിട്ടാത്തത് ചില ആളുകളും എക്സസൈസ് ഒരു മാസത്തിനൊക്കെ പേയ്മെന്റ് കൊടുത്തിട്ട് ഒരു മാസം ചെയ്യും, അല്ലെങ്കിൽ 2 മാസം ചെയ്യും. ശ്രദ്ധിക്കേണ്ടത് എക്സസൈസ് ഏറ്റവും ചുരുങ്ങിയത് 6 മാസമെങ്കിലും ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു 6 മാസം ചെയ്തെങ്കിലുള്ളൂ ചെറിയ രീതിയിൽ റിസൾട്ട് വരിക. അപ്പൊ എന്ത് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് വ്യായാമം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ 100% ബെല്ലി ഫാറ്റ് കുറഞ്ഞിരിക്കും. ഈ കേൾക്കുന്ന ആളുകൾക്ക് എത്ര ബെല്ലി ഫാറ്റ് എത്ര കുടവയറുണ്ട് ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കൺസിസ്റ്റന്റ് ആയി വ്യായാമം ചെയ്യാൻ റെഡി ചെയ്തോ കൃത്യമായി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ് റെഡ്യൂസ് നീ പെയിൻ ആൻഡ് ജോയിന്റ് പെയിൻ. നമുക്കറിയാം ഇന്ന് കൂടുതൽ ആളുകൾക്കും ഒരു 45 വയസ്സ് കഴിഞ്ഞ ആളുകൾ ഉണ്ടാകുന്ന അസ്വസ്ഥതയാണ് മുട്ടുവേദന. പിന്നെ ഇപ്പൊ ഈ മഴക്കാലത്ത് അല്ലെങ്കിൽ കർക്കിടക മാസങ്ങളിലൊക്കെ ശരീരത്തിന് ബോഡി പെയിൻ വരും. ഈ മഴക്കാലത്തൊക്കെ പൊതുവെ ബോഡി പെയിൻ വരാനുള്ള കാരണം നീർക്കെട്ടാണ്. കാരണം നമ്മൾ വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് വിയർപ്പ് പുറത്തേക്ക് പോകും, ശരീരത്തിന് ഒരുപാട് ജലാംശം നഷ്ടപ്പെടും. പക്ഷെ മഴക്കാലത്ത് അങ്ങനെയല്ല, വിയർപ്പ് വരൂല നമുക്ക്. അപ്പൊ എന്ത് ചെയ്യും, ശരീരത്തിൽ കൂടുതൽ വെള്ളം കെട്ടി നിൽക്കും. അപ്പൊ അത് നീർക്കെട്ടിന് കാരണമാവും. പക്ഷെ ഒന്നുണ്ട്, നിങ്ങൾ വ്യായാമം ചെയ്ത് തുടങ്ങിക്കോ. വ്യായാമം ചെയ്ത് തുടങ്ങിയാൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ഈ നീർക്കെട്ട് മൂലത്തെ വേദനകളൊക്കെ മാറും. മാത്രമല്ല ഈ മുട്ടുവേദനക്ക് പ്രധാന മറ്റൊരു കാരണം നമ്മുടെ മുട്ടുകൾക്ക് ഇന്ന് കൃത്യമായിട്ട് എക്സസൈസ് ലഭിക്കുന്നില്ല. കാരണം നമ്മളിന്ന് നടക്കുന്നില്ല, ഓടുന്നില്ല, സ്റ്റെപ്പ് കയറുന്നില്ല. എല്ലാവരും ഭൂരിപക്ഷങ്ങളും വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് വഴിക്ക് പോട്ടെ. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ വ്യായാമം ചെയ്യുക. വ്യായാമം ചെയ്യുമ്പോൾ നിങ്ങളുടെ കാലുകൾക്ക് കൃത്യമായിട്ട് വ്യായാമം കിട്ടുമ്പോൾ നിങ്ങളുടെ മുട്ടുവേദന കൃത്യമായിട്ട് കുറയും. മറ്റൊന്നാണ് ഡെയിലി എക്സസൈസ് ചെയ്താൽ പറ്റുന്ന ബെനിഫിറ്റ് ആണ് വെയിറ്റ് അണ്ടർ കൺട്രോൾ. അതായത് ഈ വെയിറ്റ് ഇതൊരു ഗെയിമാണ്. നിങ്ങളുടെ വെയിറ്റ് നിങ്ങളെ കൺട്രോളിലാവണം. അതെങ്ങനെ? അത് സിമ്പിളാണ്. നിങ്ങൾ എക്സസൈസ് ചെയ്യാണ്, ഒരു പുസ്തകം എടുത്തിട്ട് ഓരോ മാസം 1-2 തവണ നിങ്ങൾ വെയിറ്റ് എഴുതി വെക്കണം. അപ്പോൾ ഉദാഹരണം ജനുവരി 1 നിങ്ങൾ എക്സസൈസ് തുടങ്ങാൻ വിചാരിച്ചോ, അന്ന് കൃത്യമായിട്ട് വെയിറ്റ് എഴുതി വെക്കണം. പിന്നെ 15 ദിവസം ഞാൻ വീണ്ടും എഴുതി വെക്കണം. പിന്നെ ഫെബ്രുവരി 1 എഴുതി വെക്കണം. ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ ഓരോ മാസത്തിലും നിങ്ങൾ വെയിറ്റ് കൂടുന്നതോ കുറയുന്നതോ നിങ്ങൾ ഫീൽ ചെയ്യും. ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വെയിറ്റ് കൂടുകയാണ്, ശ്രദ്ധിക്കുക, അത് നിങ്ങൾ തന്നെ മാനേജ് ചെയ്യണം. ഏതൊരു മാസം വെയിറ്റ് കൂടുതലായി കൂടുകയാണെങ്കിൽ ഫുഡ് കൺട്രോൾ ചെയ്യുക, വ്യായാമം ചെയ്യുക, മറ്റു മാർഗങ്ങളില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വെയിറ്റ് കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടതുണ്ട്. മറ്റൊന്നാണ് ഈ ഷുഗർ ആൻഡ് BP കൊളസ്ട്രോൾ കൺട്രോൾ. ഇന്ന് ഒരുപാട് ഷുഗർ രോഗികളുണ്ട്. ഷുഗർ രോഗികൾ മിക്ക ആളുകളും മരുന്ന് കുടിച്ച് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുക, പക്ഷെ ഭക്ഷണം നിയന്ത്രിക്കുന്ന ആളുകളില്ല. പക്ഷെ ഈ ഷുഗർ രോഗം വന്ന ആളുകൾ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ മരുന്ന് കഴിക്കുക, അതിൻ്റെ കൂടെ തന്നെ കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക. ഒരു ദിവസം 1/2 മണിക്കൂറെങ്കിലും ഫുഡ് കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ വ്യായാമം ചെയ്താൽ നിങ്ങളെ അസുഖത്തിന് ഒരുപാട് നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഷുഗർ മൂലം ഉണ്ടാകുന്ന ഒരുപാട് ശാരീരിക പ്രയാസ നിയന്ത്രണത്തിലാക്കാൻ പറ്റും. നിങ്ങൾ ടോട്ടലി എനർജി ലെവലിലേക്ക് ഷുഗർ, കൊളസ്ട്രോൾ 100% നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് കൺട്രോളിലേക്ക് എത്തിക്കാൻ കഴിയും. അതുപോലെ തന്നെ BP കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. BPന് മരുന്ന് കഴിക്കുന്ന ആളുകൾ മരുന്ന് കൃത്യമായിട്ട് ഡോക്ടർ പറഞ്ഞതുപോലെ കഴിക്കുക. എന്നിരുന്നാലും നിങ്ങൾ 4-5 മാസം കൺസിസ്റ്റന്റ് ആയി വ്യായാമം ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ BP കൃത്യമായി നോർമലിലേക്ക് വരും.
ആളുകൾക്ക് വിശ്വാസം കമ്മിയാണ്. ഈ BP, കൊളസ്ട്രോളും ഷുഗർ ഒരു പരിധി വരെ ഭക്ഷണം നിയന്ത്രിച്ചിട്ട് നല്ല രീതിയിൽ വ്യായാമം ചെയ്ത് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ അതൊന്നും എല്ലാം ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം. മറ്റൊരു പോയിന്റാണ് ഡൈജസ്റ്റീവ് ബെറ്റർ. ഇതില് ഈ എക്സസൈസിന്റെ പ്രധാന ഒരു റിസൾട്ടാണ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം. അതായത് നമ്മുടെ ഈ അസുഖങ്ങൾ തുടങ്ങുന്നത്, ഒരു വ്യക്തിയുടെ അസുഖങ്ങൾ തുടങ്ങുന്നത് വയറ് ശരിയല്ലേ അസുഖങ്ങൾ വരും. കാരണം വയറ് എന്ന് പറഞ്ഞാൽ ഭക്ഷണക്രമം അല്ലെങ്കിൽ അമിത ഭക്ഷണങ്ങൾ. അപ്പൊ എന്ത് ചെയ്യുക, ഈ ഒരു പാകത്തിന് ഭക്ഷണം കഴിക്കുക, വ്യായാമം നല്ല രീതിയിൽ ചെയ്യുന്നതോടുകൂടി നിങ്ങളെ ദഹന കാര്യങ്ങൾ ഒന്ന് നോർമലിലേക്ക് വരും, നിങ്ങളെ ഗട്ടർ സംവിധാനം നോർമലിലേക്ക് വരും. മാത്രമല്ല ഈ പുളിച്ചു തകട്ടല്, അതുപോലെ തന്നെ ഗ്യാസ്, ഈ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. ഇതിന്റെയൊക്കെ പ്രശ്നം എന്താണ്, ഈ ഓവർ ഫുഡിങ്, പിന്നെ തീരെ വ്യായാമം ഇല്ലാത്തൊരവസ്ഥ. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പാകത്തിന് ഭക്ഷണം കഴിക്കുക. പാകത്തിന് അമാശ ഒരു സഞ്ചി പോലെയാണ്, അതിൽ എത്ര ടൺ അറിയും. അതിൽ ശാസ്ത്രം പറഞ്ഞത് 1/3 ഭാഗം ഫ്രീ ആക്കിയിടണം. അപ്പോൾ ഒരു പാകത്തിന് ഭക്ഷണം കഴിച്ച് നല്ല രീതിയിൽ വ്യായാമം ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഒക്കെ നോർമലിലേക്ക് വരികയും, പിന്നെ മാത്രമല്ല അത് നിങ്ങളെ ഈ ഡൈജസ്റ്റീവ് സംവിധാനം നിങ്ങളെ ആയുസ്സിനെ പോലും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ കൃത്യമായി ഭക്ഷണം നിയന്ത്രിച്ച് വ്യായാമം ചെയ്യുന്നതോട് ഡൈജസ്റ്റീവ് സിസ്റ്റം നല്ല നോർമലിലേക്ക് വരികയും ഇതിൽ ആരോഗ്യം നല്ല രീതിയിൽ നിലനിൽക്കാൻ സാധ്യത കൂടുതലാണ്. മറ്റൊന്ന് നോക്കാം നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം. അടുത്ത് സ്ലീപ്പ് വെൽ. ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ പല ആളുകൾക്കുള്ള പ്രശ്നമാണ് ഉറക്കത്തിന്റെ പ്രശ്നം. ഈ ഉറക്കം തന്നെ നമ്മുടെ ശരീരത്തിൽ പരസ്പരം കണക്റ്റഡ് ആണ്, നമ്മുടെ ആയുസ്സിനെ പോലും ബാധിക്കുന്ന കാര്യമാണ്. നല്ല രീതിയിൽ ഉറങ്ങാൻ പലർക്കും സാധിക്കുന്നില്ല. പക്ഷെ ഇന്നലെ കൃത്യമായിട്ട് ഫുഡൊന്ന് കൺട്രോൾ ചെയ്യുക, ഫുഡൊന്ന് കൺട്രോൾ ചെയ്യുക, നല്ല രീതിയിൽ വ്യായാമം ചെയ്യുന്നതോടുകൂടി ഒരു വ്യായാമം തുടങ്ങി 1 മാസത്തോടു കൂടി തന്നെ നിങ്ങളെ ഉറക്കം കൃത്യമായിട്ട് നോർമലിലേക്ക് വരും. രാത്രി കിടന്ന നല്ല സുന്ദരമായിട്ടുള്ള ഡീപ്പ് സ്ലീപ്പ് നിങ്ങൾക്ക് ലഭിക്കും. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. മറ്റൊന്നാണ് ക്യാൻ സിറ്റ് ആൻഡ് സ്റ്റാൻഡ്. അതായത് ഇതൊരു 40-45 വയസ്സായ പല ആളുകൾക്കും ചില അവസ്ഥകൾ കുറെ നേരം നിൽക്കാൻ കഴിയില്ല. നിന്ന് കഴിഞ്ഞ് കൈയും കാലും വേദന, കാലുകൾ നീർക്കെട്ട് വരുന്ന ആളുകളുണ്ട്. അതുപോലെ ചില ആളുകൾ ഒരു 10-15 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് എഴുന്നേൽക്കാൻ പറ്റാത്തൊരു അവസ്ഥ. ഇതൊക്കെ ശരീരത്തിന്റെ മസിൽസിന്റെ പവർ നഷ്ടപ്പെട്ടിട്ട. മസിൽ എന്ത് ചെയ്യുക, ആകെ ടൈറ്റ് ആയി കിടക്കുന്ന മസിലുകളായിരിക്കും. നിങ്ങൾ ഒന്ന് വ്യായാമം ചെയ്ത് തുടങ്ങുക. 1 മാസം 2 മാസം കൊടുത്തിട്ട് നിങ്ങളുടെ മസിലൊക്കെ ഫുള്ളായിട്ട് ലൂസാവും. നിങ്ങൾക്ക് ഇരുന്നാൽ പെട്ടെന്ന് എഴുന്നേൽക്കാനും, അതുപോലെ ഒരു സ്ഥലത്ത് കുറെ നേരം നിൽക്കാനും നിങ്ങളെ പഴയ കുട്ടിക്കാലത്തെ പോലെ നിങ്ങളുടെ ആരോഗ്യം 100% തിരിച്ചു കിട്ടും. വിശ്വസിക്കുക. നിങ്ങൾ വ്യായാമം ചെയ്ത് തുടങ്ങുക. ഇരുന്ന് കഴിഞ്ഞാൽ ഇരുന്നാൽ എഴുന്നേൽക്കാൻ പറ്റാത്ത ആളുകൾ, അല്ലെങ്കിൽ ഒരുപാട് നേരം നിൽക്കാൻ പറ്റാത്ത ആളുകൾ, ഇതൊക്കെ മസിൽ പവറിന്റെ പ്രശ്നങ്ങളാ. അത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇന്ന് മുതൽ എന്ത് ചെയ്യാൻ നല്ല രീതിയിൽ വ്യായാമം ചെയ്ത് തുടങ്ങുക. മറ്റു വളരെ പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ് ആണ് ഹൃദയാരോഗ്യം റെഡിയാകാം. നമുക്കറിയാം ഈ വ്യായാമം ചെയ്യുന്നതോടുകൂടി ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന വസ്തു ഹൃദയമാണ്. നമ്മളെ ഹൃദയത്തിന്റെ നെഞ്ഞിന്റെ മിടിപ്പ് കൂടും, മിടിപ്പ് കൂടും. ഇതിനർത്ഥം ഹൃദയത്തിന്റെ പമ്പിങ് കൂടും. ഹൃദയത്തിന്റെ പമ്പിങ് കൂടുക എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും കൃത്യമായിട്ട് രക്തം എത്തിക്കും, രക്തത്തോടൊപ്പം ഓക്സിജൻ എത്തിക്കും, ടോട്ടലി ഒരു എനർജി ലെവൽ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ ഇങ്ങനെ ടോട്ടത്തിലുള്ളൂ. നിങ്ങൾ വ്യായാമം ചെയ്തുകൊണ്ടെങ്കിലോ 1-2 മാസത്തിനുള്ളിൽ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും. ഒരു 2-3-4 മാസം നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നതോടുകൂടി ഒരു യങ് മൈൻഡ് സെറ്റിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് 10 വയസ്സിന് കുറഞ്ഞ രീതിയിലേക്ക് നിങ്ങൾ ഫീൽ ചെയ്യും. ഇങ്ങനെ നിങ്ങൾ എക്സസൈസ് തുടങ്ങിയിട്ട് ഒരു 4-5 മാസം കൺസിസ്റ്റന്റായി ഫുഡൊന്ന് കൺട്രോൾ ചെയ്യുക. കൺസിസ്റ്റന്റായി വ്യായാമം ചെയ്യുന്നതോടുകൂടി നിങ്ങൾ 10 വയസ്സ് കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് ക്രമേണ നിങ്ങൾക്ക് തോന്നും. നിങ്ങളുടെ മനസ്സ് നല്ല പവറായിട്ട് വരും. ശരീരം തന്നെ ഒരുപാട് കാഴ്ചയിലേക്ക് നല്ല പവർ, നല്ല എനർജറ്റിക് തോന്നും. മുഖമൊക്കെ ഒരു പ്രായക്കുറവ് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. മറ്റൊരു വിഷയമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.